എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് പോയി വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷനാണ് നാളെ അവസാനിക്കുന്നത്. അതായത് ഡിസംബർ 9 വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിൽ ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടമാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് പ്രവേശനം നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു അതായത് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് റീഫണ്ടിൻ്റെ കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഈ റീഫണ്ടിനെ കുറിച്ചുള്ള ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി റീഫണ്ടിനുള്ള റിക്വസ്റ്റിനായിട്ടുള്ള അപേക്ഷ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാട്സ് ന്യൂ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ടിനുള്ള റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ഇത്ര സമയം വരെ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അതുപോലെ ആ ഒരു റീഫണ്ടിൻ്റെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിലായിരിക്കും റീഫണ്ട് ഉണ്ടാവുക. അതായത് അധികമായിട്ട് പൈസ അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു നിങ്ങൾ അധികമായിട്ട് അടച്ച പൈസ അതായത് എക്സസ് റീഫണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികളാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്മിഷൻ നേടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു അടച്ച പൈസ മുഴുവനായിട്ട് റീഫണ്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ രണ്ട് വിഭാഗത്തിലാണ് വിദ്യാർത്ഥികൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ LBSൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ ID നൽകുക. പാസ്വേഡ് നൽകുക. സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ യുവർ അലോട്ട്മെൻറ്റ്സ് പേജിലും നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ റീഫണ്ടിനായിട്ടുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് റീഫണ്ടിനായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൂടി കൊടുക്കണം. അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അധികമായിട്ട് അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടേണ്ടതായിട്ടുണ്ട് എന്നാണോ, അതല്ല നിങ്ങൾക്ക് ഈ ഒരു മുഴുവൻ ഫീസ് റീഫണ്ടായിട്ട് കിട്ടണോ, അതുപോലെ അങ്ങനെ റീഫണ്ട് കിട്ടാനുള്ള റീസൺ എന്താണെന്ന്, അത് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലേ എന്നിങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ എന്തുകൊണ്ടാണ് അഡ്മിഷൻ നേടാത്തത് എന്നുള്ളതും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ടാണോ പൈസ അടച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു അധികമായിട്ട് പൈസ അടച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ റീസൺ നൽകാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം അതുപോലെ നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കാര്യങ്ങളൊക്കെ അതുപോലെ ബ്രാഞ്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം മാത്രം ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ആ ഒരു നിങ്ങൾ റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റെസിപ്റ്റ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ റീഫണ്ടിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റീഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അക്കൗണ്ട് നൽകുമ്പോൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് മാത്രം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കറൻറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടോ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ആ റീഫണ്ട് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ റീഫണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് റീഫണ്ട് അക്കൗണ്ടിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നത് LBS സെൻ്ററിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് എന്തുകൊണ്ടാണ് റീഫണ്ട് ലഭിക്കാത്തത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീഫണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.